സെയ്തലിയുടെ ഉമ്മയെ വിളിച്ചിട്ട് പറയാണ്, ഉമ്മ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവള് പെട്ടെന്നാണ് അവൾ വീട്ടിൽ സീനായപ്പോൾ ഇറങ്ങി എൻ്റെ കൂടെ വന്നു. ഇപ്പോൾ എൻ്റെ കൂടെ റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരട്ടെ, നമുക്ക് നാളെ തന്നെ കല്യാണം നടത്തിയാലോ എന്നുള്ള അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കണം. അപ്പം അമ്മ ഓക്കെ പറഞ്ഞാൽ 1000 രൂപ ഇപ്പോൾ തരും, വിളിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഇപ്പോൾ തരും. അതാണ് നമ്മുടെ ഒരു ചലഞ്ച്. ഓക്കെ ആണല്ലോ? അപ്പോൾ ധൈര്യമായിട്ട് ഉമ്മ വിളിച്ചോ. ഹലോ അമ്മ, എനിക്കൊരു പെണ്ണെ ഇഷ്ടപ്പെട്ട്. ആ പെണ്ണ ഇതുപോലെ ഇറങ്ങി വരാൻ വേണ്ടി വിളിച്ചിട്ട് വിട്ടാ. വിളിച്ചിട്ട് കേട്ടല്ല? വീട്ടില് വിളിച്ചിട്ട് കേട്ടല്ല അമ്മ? വിളിച്ചിട്ട് കേട്ടല്ല? ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി, വെക്കട്ടെ. ആ ശരിയാ. വിളിച്ചോണ്ട് വരാൻ കൊണ്ടുവരാണ്. അങ്ങനത്തെ നാട്ടിൽ പെണ്ണ് കിട്ടാതെ കിടക്കാണ്. സത്യം പറ, നാട്ടിൽ പെണ്ണ് കിട്ടാതെ കിടക്കാണ്. കൊറേ പോയി പെണ്ണുങ്ങളെ കണ്ടിട്ട് ആരും വീണില്ലേ? ഇങ്ങനെ പറയണ ഇതെന്തോന്നിത്? ആൾക്കാര് കണ്ടാ വിചാരിക്കും ഇവര് പെണ്ണെ കിട്ടാതെ കിടന്ന ഒരാളാണെന്ന് വിചാരിക്കും. വയ്യ, നാണക്കേട്. വിളിച്ചോണ്ട് വേണോ എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കണ്ടേ? കുഴപ്പമില്ല, കൊണ്ടുപോകാൻ. ഞാനെ വിളിച്ച് പറ, അത് ചുമ്മാ പറഞ്ഞാണ്. അവള് വേറെ തന്നിട്ട് ഒളിച്ചോടി പോയിരുന്നു. ഹലോ അമ്മ, അത് ചുമ്മാ ഒരു പ്രാങ്ക് ആയിരുന്നു. വീഡിയോ ചെയ്തതാണ്. ഇങ്ങനത്തെ അമ്മമാരുണ്ടെ കൊള്ളാല്ലേ? എങ്ങനെയാണ് അമ്മയുടെ സ്വഭാവം? എങ്ങനെയാണ്? പാവമാണ്. ഒരു നിമിഷം ചിലപ്പോ എന്റെ മോന് പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആലോചിച്ചു വന്നല്ലേ? എത്ര വയസ്സുണ്ട്? 22 വയസ്സ്. കുഴപ്പമില്ല, ആയിട്ടില്ലല്ലേ? ഇതിൽ കൂടെ വിവാഹാലോചന ക്ഷണിക്കുന്നു പറഞ്ഞാലോ? ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ എവിടെ പോവായിരുന്നു? സിറ്റി പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ നമ്മളെ കണ്ടപ്പോ ഇത്രയും ദൂരം വന്നാണ്. ശരി, ഓക്കെ. അമ്മയെ കൊണ്ട് കൊടുക്കണം. ഓക്കെ, അമ്മ വാങ്ങിച്ചു തന്ന പൈസയാണ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ശരി, അപ്പൊ ടാറ്റ പറഞ്ഞു. ബൈ. അൽത്താഫ്, ബാദുഷ, നൗഫൽ.